കോൺഗ്രസ്സാണ് നല്ലത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ തിരിച്ചെന്ന് ചോദിക്കാം, ചോദ്യോത്തരാണെന്ന് വിചാരിക്കരുത്. ഇവിടെ എല്ലാ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറ. കോൺഗ്രസ് അല്ലേ? അതാണ് നമ്മൾ കോൺഗ്രസ് ആകാൻ കാരണം. നമ്മൾ ഇന്ത്യക്കാരനാണ്, അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ വികാരമാണ് നമുക്കുള്ളത്. ആ വികാരം നമ്മളെ മരണത്തോടു കൂടിയേ മാറുള്ളൂ, അല്ലാതെ മാറത്തില്ല. ഈ സ്പീക്കർ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ നിലപാടുകൾ ഉറച്ചു പറയൂ? അല്ല, എനിക്ക് ആ പദവിയിൽ ഇരുന്ന് പറയാൻ പറ്റുന്ന പദപ്രയോഗങ്ങളെ എൻ്റെ നാവിൽ നിന്നുണ്ടാകും. ആ പദവിയിൽ നിന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, പദപ്രയോഗങ്ങളെ എൻ്റെ നാവിൽ നിന്നുണ്ടാവും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന രാഷ്ട്രീയക്കാരൻ ഒരു 5 വർഷത്തേക്ക് അതല്ലല്ല, നേരെ വെളുക്കുമ്പോൾ മുതൽ മുദ്രാവാക്യം വിളിച്ച് നടക്കാവൂ എന്ന് ശഠിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടോ? നമ്മളെ തിങ്കിങ്ങല്ലേ, നമ്മുടെ മനസ്സല്ലേ. നമ്മുടെ മനസ്സ് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ദേശഭക്തിയുള്ളവരാകും. അതാണ് നമ്മുടെ പ്രൈഡ്. നമ്മൾ ഭാരതീയനാണ്, അതാണ് നമ്മുടെ ഈ സന്തോഷം. നമ്മൾ അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ആദ്യം വന്ന് ഒരു അംഗത്വം എടുത്തൊരു പാർട്ടി, അതാണ് നിൽക്കുന്നത്. ആ പാർട്ടി നമുക്ക് തരാവുന്ന ഒത്തിരി സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ ഏത് സ്ഥാനം കിട്ടിയാലും മതിയാകില്ല എന്ന് പറയുന്ന ആക്രാന്തക്കാരുണ്ട്. ഞാൻ ആ പക്ഷത്തിൽപ്പെട്ടതല്ല. ഒത്തിരി സ്ഥാനങ്ങളുണ്ട്. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ തിരുവഞ്ചൂർ ഒരു ഗ്രാമപ്രദേശത്ത് KP പരമേശ്വരൻ പിള്ളയുടെ മകനായിട്ട് ജനിച്ച് അവിടെ നിന്ന് 8 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പഠിച്ച, അതേത് ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് പഠിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ കറുത്ത വശങ്ങളും എനിക്കറിയാം. കറുത്തെന്ന് പറഞ്ഞാൽ മോശമായെന്നല്ല, കഠിന വശങ്ങൾ. അതെല്ലാം ഞങ്ങൾ നടന്ന 8 കിലോമീറ്റർ ഞങ്ങൾ നടന്നാണ് പോയത്. തിരിച്ച് വീണ്ടും 8 കൂടെ നടക്കണ്ടേ? 8 16 കിലോമീറ്റർ. ഈ കാലഘട്ടത്തിൽ ഏത് കുട്ടിയാണ് 16 കിലോമീറ്റർ നടന്ന് പഠിക്കുന്നത്? ചിലപ്പോൾ കാണും നമ്മളുടെ ഏതെങ്കിലും ഗ്രാമാന്തരങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ. അങ്ങനെ നമ്മൾ വന്ന വഴി അതാ. ആ വഴി അതായതുകൊണ്ട് എൻ്റെ മുൻപിൽ വരുന്ന ഏത് വെല്ലുവിളിയും അത് നമുക്കൊരു വിഷമായിട്ട് തോന്നുന്നേയില്ല. ഞാൻ വെല്ലുവിളിയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്, നമ്മൾ ഉൾക്കൊണ്ട്. പിന്നെ എൻ്റെ എളിമത്വവും എൻ്റെ വിനയവും അതാണ് എൻ്റെ സമ്പത്ത്, ജീവിത സമ്പത്ത്. ആ സമ്പത്തിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ ഞാനില്ല. അത് പറഞ്ഞോളൂ. വേണ്ട, അല്ല, മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനായിട്ട്, ഈ കേരള നിയമസഭ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് സക്സസ്ഫുള്ളായിട്ട് ഒരു കേരള ലിറ്റററി ഫെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് തുടരാനാണോ നമ്മുടെ തീരുമാനം, അതോ അതിലെന്താണ് നമ്മുടെ ഒരു സക്സസ്ഫുള്ളായി നടത്തി എന്ന് പറയുമ്പോൾ തന്നെ തുടരാനില്ല എന്ന് പറയാതിരിക്കാനുള്ള ലീഡിങ് ക്വസ്റ്റ്യൻ ഇല്ലേ? ഞാനതിന് വാദത്തിന് വേണ്ടി, ഒരു രസത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അത് വരട്ടെ, ആലോചിക്കാം. ഏതൊക്കെ പദ്ധതികളെ നടത്താൻ പറ്റുക, അതിന് ഫിനാൻഷ്യൽ സാങ്ഷൻസ് ഉണ്ടോ, അതിന് നമുക്കുള്ള ഇൻപുട്ട് എന്താണ്, അതൊക്കെ നമ്മൾ നോക്കും. ഈ ലോക കേരള സഭ പോലെയുള്ള അല്ല, നമുക്ക് അതെല്ലാം കൂടെ നോക്കി നമുക്കതിനകത്ത് പ്രാക്ടിക്കലായിട്ടുള്ള വശങ്ങൾ, അതല്ലാതെ പറ്റിയല്ലോ. വേറെ നേരത്തെ തുടങ്ങിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾ നിർത്തില്ല എന്നൊരു ശാഠ്യം പിടിക്കാൻ പറ്റുമല്ലോ. നിയമസഭയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം എന്നുള്ളൊരു അതിൽ എന്തെങ്കിലും തീരുമാനം? നിയമസഭയിലേക്ക് പൊതുജനങ്ങൾക്ക് വരാമല്ലോ. അതല്ല, നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നില്ല കഴിഞ്ഞ സമയത്ത്? നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോൾ വളരെ റിലാക്സ് ചെയ്തിട്ടില്ലേ. പിന്നെ നമുക്കുള്ള സ്ഥലപരിമിതിക്കകത്തല്ലേ ആളുകൾക്ക് വന്നു ചേരാൻ പറ്റൂ. അതുകൊണ്ടുള്ള നിയന്ത്രണം അല്ലാതെ ബോധപൂർവ്വം ആരെയും നിയന്ത്രിക്കുന്ന പ്രശ്നമില്ല. ഉള്ള പരിമിതിക്കകത്ത് മാക്സിമം ഉള്ളത് കൊണ്ട് ഓണം പോലെ. ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തെ ഒരു കാര്യം കൂടി അന്ന് ചോദിക്കുകയാണ്. അന്ന് വളരെയധികം വിവാദം സൃഷ്ടിച്ച, അല്ലെങ്കിൽ വളരെ ഒരു രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ടെനി ജോപ്പൻ്റെ അറസ്റ്റ്. ടെനി ജോപ്പൻ്റെ അറസ്റ്റ് ആ ഒരു വിഷയത്തിലെ സോളാർ സ്കാം കത്തി നിൽക്കുന്ന സമയത്ത് അതിനൊരു ടേണിംഗ് പോയിന്റ് ആയതൊരു കാര്യമായിരുന്നു. ഉമ്മൻചാണ്ടി സ്ഥലത്തില്ലായിരുന്നു, ഉമ്മൻചാണ്ടി ബഹറിനിലായിരുന്നു, UN അവാർഡ് മേടിക്കാൻ വേണ്ടി പോയ സമയമായിരുന്നു. ആ സമയത്ത് ഉമ്മൻചാണ്ടി അറിയാതെയായിരുന്നു അറസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. അതെന്തായിരുന്നു? ഞാൻ തിരിച്ചെന്ന് ചോദിക്കുക, ആ ആർഗ്യുമെൻറ്റ് ഉമ്മൻചാണ്ടി അറിഞ്ഞാണോ ബാക്കിയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്തത്? ഇല്ല. ഉമ്മൻചാണ്ടി അതിന് പൂർണ്ണമായി എന്നെ കോൺഫിഡൻസ് എടുത്തുകൊണ്ടല്ലേ പോകുന്നത്. ഈ ചോദിക്കുന്നതിൻ്റെ മറുവശമുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ ഉമ്മൻചാണ്ടി അറിയാതെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെയൊക്കെ ഉമ്മൻചാണ്ടി അറിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തതാണ്. ഉമ്മൻചാണ്ടി അങ്ങനെ ഇടപെടില്ല. ഉമ്മൻചാണ്ടിയുടെ ഒരു നന്മയെയും അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവത്തെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാനില്ല. ടെനി ജോൺസൺ ഒരു നമ്മൾ നടപടിയെടുത്തപ്പോൾ എന്താ പിന്നെ അത് കോടതിയിലൊന്നും പോകാതിരുന്നു? എന്താ കാര്യം?
കോടതി പോയോ? ഇല്ല. അത് വന്നേ ആലോചിച്ചാൽ മതി. പക്ഷേ ഈ ടെന്നി ജോബിന്റെ അറസ്റ്റ് ആയിരുന്നു അത് ഉമ്മൻചാണ്ടിയിലേക്കുള്ള ഡയറക്റ്റ് ലിങ്ക് അല്ല. അതിന് അതിൻ്റേതായ റീസണുണ്ട്. ഞാൻ പറയാം, ആ അറസ്റ്റിന് നേതൃത്വം കൊടുത്ത നമ്മളുടെ ഹേമേന്ദ്രൻ ഇപ്പോൾ അതായിരിക്കുന്ന സീറ്റ് എവിടെയാണ്? അങ്ങനെ ഒരു തെറ്റ് ചെയ്ത ഒരാളിനെ നമ്മൾ അത്രയും എലിവേറ്റഡ് പോസ്റ്റിൽ കൊണ്ട് വെക്കുമോ? അപ്പോൾ ഇതൊന്നും അല്ല. ഇതിപ്പോൾ വ്യക്തിപരമായി എന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു ചെറിയ ചില്ലുവടി എന്നുള്ളതല്ലാതെ അത് വല്ല കാര്യമുണ്ടോ? പക്ഷേ ഹേമേന്ദ്രൻ പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്കളും അറിഞ്ഞിരുന്നില്ല. ഞാൻ അറിഞ്ഞില്ല. അതാണ് എൻ്റെ ക്വാളിറ്റി. ഞാനൊരു ക്രിമിനൽ കേസിനകത്ത് ഞാൻ തെക്കോട്ട് പോ വടക്കോട്ട് പോ എന്ന് പറയുന്ന പോലെ കടിഞ്ഞാൻ പിടിച്ചും കടിഞ്ഞാൻ അയച്ചും വിടാനില്ല. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് തീരുമാനിക്കേണ്ടത്. ആ ഓഫീസർ ചെയ്യുന്ന ന്യായമാണ് എന്നൊരിക്കൽ ഞാൻ ആ ന്യായത്തെ ചോദ്യം ചെയ്യല. അത് കറക്റ്റാണ്. അറിഞ്ഞില്ല എന്ന് പറയുന്നത് സത്യമാണ്. അല്ല, മാത്രമല്ല ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നതല്ലേ തെറ്റ്. ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അറസ്റ്റുകളും ഞാനും പങ്കാളിയാണെന്നല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പം അന്നത്തെ ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് അത് അല്ല. ഞാൻ പറയുന്ന അതിൻ്റേതായ റീസൺസ് അവർ കണ്ടെത്തിയിട്ടുണ്ടാകും. ആ റീസൺ കൺവിൻസ്ഡ് ആയിട്ട് എന്നെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടും ഉണ്ടാവും. അത് അറസ്റ്റിന് മുന്നെയാണോ ശേഷമാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. അല്ല, എന്നെ കൺവിൻസ് ചെയ്തിട്ടും ഉണ്ടാവുമല്ലോ. പറഞ്ഞ മനസ്സിലായില്ലേ? 3 ആ അറസ്റ്റ് ചോദ്യം ചെയ്ത് ആരും കോടതിയിലും പോയില്ലല്ലോ. അതെന്താ കാര്യം? ഈ 3 കൂടെ ഒരുമിച്ചൊന്ന് കൂട്ടി വായിച്ചേ. ഈ അറസ്റ്റിന് ശേഷം എപ്പോഴെങ്കിലും ഉമ്മൻചാണ്ടി ഇക്കാര്യം ഔദ്യോഗികമായോ അല്ലാതെയോ അങ്ങോട്ട് ചോദിച്ചു? ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ അങ്ങനെ ചോദിക്കുമോ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ ക്രിയേറ്റ് ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഞാൻ ആദ്യം 2004 ഇരുന്നത്. അന്ന് എനിക്ക് അലോട്ട് ചെയ്ത വകുപ്പിനേക്കാൾ കൂടുതൽ തന്നു. ഞാൻ 17 വകുപ്പിലിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി എനിക്ക് അലോട്ട് ചെയ്ത വകുപ്പുകൾ 17 എന്നല്ലേ അർത്ഥം. അപ്പോൾ ആ ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമോ? ഹേമചന്ദ്രന്റെ ഇപ്പോഴത്തെ അപ്പോയിന്റ്മെന്റിൽ ചാണ്ടി ഉമ്മൻ ചില സങ്കടം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? എനിക്കറിയില്ല. ഞാൻ ശ്രീ ചാണ്ടി ഉമ്മനുമായിട്ട് ഞാൻ സത്യപ്രതിജ്ഞയല്ല, എൻ്റെ സ്പീക്കർ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, അദ്ദേഹത്തിൻ്റെ മക്കൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് സെൻറ്റിമെൻറ്റ്സാണ്. ചാണ്ടി ഉമ്മന് ഒത്ത് അസംബ്ലി പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ചാണ്ടി ഉമ്മന് ആ സമയത്ത് വേറൊരു മീറ്റിങ്ങിലും കൂടെ കയറണം. അപ്പോൾ ഞാനാണെങ്കിൽ ഏറ്റവും സമയമായി. അങ്ങനെയാണ് അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ വരികയും ചെയ്തു. സമയമായ അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ടും ഒക്കെയായി. എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. എന്നോട് ചോദിച്ച ചോദ്യത്തിരിച്ച് എന്നിട്ടെന്താ ഇത്ര ഇവരാരും കോടതി പോകാതിരുന്നത്? എന്താ ഇവിടെ ഹേമേന്ദ്രൻ എലിവേറ്റഡ് പോസ്റ്റ് കൊടുക്കുകയും ചെയ്തു. എന്താ അത് രമേശ് ചെന്നിത്തലയുടെ താല്പര്യമല്ലേ? അല്ല, എന്നൊന്നും പറയാൻ പറ്റിയല്ല. അതൊക്കെ എത്രയോ വർഷം 10-13 കൊല്ലം കഴിഞ്ഞില്ലേ. അതൊന്നുമല്ല. രമേശ് ചെന്നിത്തല നല്ല ഗ്ലയറിംഗ് ആയിട്ടുള്ള വ്യക്തിത്വമുള്ള ആളല്ലേ. പുള്ളി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഒരു രാഷ്ട്രീയ ചോദ്യം കൂടി ചോദിച്ചിട്ട്, താങ്കളുടെ ഒരു രാഷ്ട്രീയ വളർച്ച കോൺഗ്രസിൽ ഏറ്റവും ഗ്രൂപ്പിസം കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് വളരെയധികം നേരിട്ട് യുദ്ധം എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് താങ്കളുടെ ഒരു ഗ്രോത്ത് ട്രാജക്ടറി നോക്കുമ്പോൾ. ഇപ്പോൾ കോൺഗ്രസിൽ ഗ്രൂപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. ഈ ഒരു മാറ്റം, കോൺഗ്രസിന്റെ ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്നെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ സംയുക്ത കോൺഗ്രസിൻ്റെ KSC അവസാനത്തെ KSC പ്രസിഡന്റ് ഞാനായിരുന്നു. 78 കേരളത്തിൽ കോൺഗ്രസ് അങ്ങനെ ഭിന്നിച്ചത്. 78 ലാസ്റ്റല്ല ഒരു 2 മാസത്തിൻ്റെ വ്യത്യാസത്തിൽ ഞാനായിരുന്നു KSC പ്രസിഡന്റ്. അത് ദീർഘകാലമായിരുന്നു. സംയുക്ത കോൺഗ്രസ് പാർട്ടി അതിനുശേഷമുള്ള പലതായിട്ട് പിരിഞ്ഞത്. അതിനകത്തെ KSC പ്രസിഡൻ്റായിരുന്നത് ഞാനാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ഇല്ല. അതിനുശേഷം കോൺഗ്രസ് ഭിന്നിച്ചു. പിന്നിട്ട് 82-84 കോൺഗ്രസ് യോജിച്ചു. ആന്റണി കോൺഗ്രസിൻ്റെ ഒപ്പം വരുന്നത് ഞാൻ ഈ ആന്റണി കോൺഗ്രസ് എന്നല്ല, AK ആന്റണി വ്യക്തിബന്ധങ്ങളല്ലേ. ആ വ്യക്തിബന്ധങ്ങളിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു നിലപാടുകളുണ്ട്. AK ആന്റണി തന്നെ നമ്മളോട് ഉപദേശിച്ച ഉപദേശങ്ങളുണ്ട്.
അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നു.